സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂരിൽ നടന്ന ഒരു സംഭവമാണ്. അതായത് മോളെ ഇന്ന് മാത്രമാണ് അവൻ വിളിക്കുന്നത്. ഒരു മിലിറ്ററിക്കാരനാണ്. എന്നിട്ടും കല്യാണത്തിന്റെ തലേ ദിവസം പാർട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വധുവിന്റെ ഒരു കോള് വന്നു എന്നോ ആ കോളിനെ തുടർന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരൻ ജീവൻ ഒടുക്കി എന്നുള്ള ഒരു വാർത്ത. ഒരുപാട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലവിധ കഥകളുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പലതരത്തിലുള്ള കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ ആൾക്കാർ അറിയുന്നത് ഓരോ ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് മാത്രമാണ്. ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വധു പന്തലിൽ കയറില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ആ വരൻ മരിച്ചത് എന്നാണ് പറയുന്നത്. എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വധു പന്തലിൽ കയറുന്നില്ല, വളരെ വാശി പിടിക്കുന്നു. കാരണം എന്താ വെച്ചാൽ മെഹന്തിയിൽ പങ്കെടുത്തില്ല, മൈലാഞ്ചി കല്യാണത്തിൽ പങ്കെടുക്കാത്തതുകൊണ്ട് ദേഷ്യം വന്നു. പിന്നെ മോളെ എന്ന് മാത്രമാണ് അവൻ വിളിക്കൽ. ഒരു വർഷങ്ങാറ്റായിട്ട് അവർ പ്രണയത്തിലായിരുന്നു. ഒരു പട്ടാളക്കാരനാണ്, അയാൾക്ക് നല്ല രീതിയിലുള്ള ഒരു മാനസിക ധൈര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇനി പെണ്ണ് നാളെ പന്തലിൽ കയറൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലി വെല്ലി എന്ന് പറഞ്ഞിട്ട് വരേണ്ടതാണ്. അതിന് പകരം എന്ന് പറഞ്ഞാൽ ഇവൻ ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെറ്റു വളർത്തിയ അമ്മയെ പോലും ഒറ്റയ്ക്കാക്കിക്കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കടുങ്കൈ ചെയ്യുകയാണ് ചെയ്തത്. ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹതാപം അർഹിക്കാത്ത ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ ഒരു കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോളെ എന്ന് വിളിച്ച് കൊഞ്ചിക്കുന്നത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അപകടം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില ആൾക്കാരുണ്ട്. ഇപ്പോൾ എനിക്ക് പണ്ടൊരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്ത് ഇതുപോലെ കല്യാണം കഴിഞ്ഞപ്പോഴേ അയാളുടെ 4 മൊബൈൽ ഫോണോളമാണ് ഈ ഒരു സ്ത്രീ, അതായത് അവൻ്റെ ഭാര്യ എറിഞ്ഞു പൊട്ടിച്ചത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. കല്യാണത്തിൻ്റെ പുതുമോടിയിൽ അവന് നാട്ടിലേക്ക് എത്താൻ കഴിയാത്തത് കൊണ്ട് അവൾ ദേഷ്യം വന്നിട്ട് ഓരോ തവണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ എറിഞ്ഞു പൊട്ടിക്കുന്ന ഒരു പരിപാടി ഓരോ മാസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഫോൺ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. കാരണം ദേഷ്യം വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫോണ് തറയിൽ എറിഞ്ഞു പൊട്ടിക്കുന്ന സ്വഭാവക്കാരിയായിട്ടുള്ള പെണ്ണ്. ഇപ്പോൾ എങ്ങനെയാണ് അവരുടെ ജീവിതം എന്താണ് എന്നൊന്നും എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ ഒരുപാട് നാളായിട്ട് കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഗൾഫിൽ വെച്ചുള്ള ഒരു പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അയാളുടെ ആ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെൺകൊച്ച് തന്നെ കുട്ടിച്ചോറാക്കിയിട്ടുണ്ടാകും. നല്ല രീതിയിൽ അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷത്തിനുള്ളിൽ അയാൾക്ക് നാട്ടിൽ പോകാൻ കഴിയാത്തത് അയാളെ കുറ്റമല്ല. അയാൾക്ക് വേണ്ടത് ഒരു ജോലിയാണ്. ജോലി വേണം. ജോലി ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകാത്ത ഈ പെൺകുട്ടി ഭാര്യ എന്ന് പറയുന്ന ഒരു 10-21 വയസ്സ് പ്രായമുള്ള എന്ത് പറയാനാണ് അവരോട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നലെ മൈലാഞ്ചി കല്യാണത്തിന് പോയിട്ടില്ല, അതുകൊണ്ട് രാത്രി മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടുപേരും തമ്മിൽ നല്ല വഴക്കുണ്ടാകും. ആ വഴക്കിനൊടുവിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി നിന്റെ ജീവിതത്തേക്കില്ല, കല്യാണത്തിൽ കയറില്ല എന്നൊക്കെ പറയുമ്പോൾ ഇയാൾ എന്തിനാണ് പോയിട്ട് മരിച്ചത് എന്ന് മാത്രം എനിക്കറിയില്ല. ഇനി ആ ഒരു സ്ത്രീയോട്, ആ ഒരു യുവതിയോടുള്ള പക തീർക്കാനാണോ? എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, നീ അനുഭവിക്കണടി എന്ന് പറഞ്ഞിട്ട് ചെയ്തതാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഇതിനിടയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കമൻറ്റുമായിട്ട് വന്നിട്ടുണ്ട്, സത്യം അറിയോടാ, ആർക്കും അറിയില്ല സത്യം. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, അതായത് അയാൾക്കല്ലാതെ അയാൾക്കും ഈ പെണ്ണിനും അല്ലാതെ വേറൊരു മനുഷ്യന്മാർക്ക് ഇതിൻ്റെ സത്യം അറിയില്ല. ഇനിയിപ്പോൾ ആ പെണ്ണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പറയാനും പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേറൊരു ജീവിതമുള്ളതാണ്, അതിന് കൃത്യമായിട്ട് അറിയാം. അതുമാത്രവുമല്ല, ഇവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നം നടന്നു എന്ന് പറയുമ്പോഴും അവരുടെ വീട്ടുകാർ, പെണ്ണിൻ്റെ വീട്ടുകാർ രാവിലെ പുലർച്ചെ തന്നെ വീട്ടിലേക്ക് എത്തിയത് എന്തിനാണ് എന്നുള്ള ഒരുപാട് ദുരൂഹതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ മൈലാഞ്ചി കല്യാണവും ഒരു തേങ്ങയൊന്നും അല്ല അവിടെ നടന്നിരിക്കുന്നത്. അവിടെ വേറെ എന്തോ കൃത്യമായിട്ടുള്ള കാര്യം നടന്നു. അതാണ് ഇനി അന്വേഷിക്കേണ്ടത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പോയവനോ പോയി, ഇനി അവളുടെ ജീവിതം കൂടി കൊഞ്ഞാട്ടയാക്കണ്ട, ഇനി അവളെ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വലിച്ചിടണ്ട എന്ന് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ അങ്ങ് പോയാൽ മതി. അല്ല, വീട്ടുകാർക്ക് സത്യം അറിയണം, എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈലാഞ്ചി കല്യാണത്തിന് പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ചെയ്യോടെ? ഇനി പോയവൾ പോയിക്കോട്ടെ, നീ എന്നാൽ പോയിക്കോ, നിന്റെ പാട്ടിന് എനിക്ക് വേറെ കിട്ടും എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നതിന് പകരം അമ്മയെയും അച്ഛനെയും ഒക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് വിഷമിപ്പിച്ചുകൊണ്ട് ഈ ഒരു തീരുമാനമെടുത്തത് തന്നെ വലിയൊരു മണ്ടത്തരമായി പോയി എന്നേ ഞാൻ പറയുള്ളൂ. ഒരിക്കലും എടുക്കാൻ പാടില്ലാത്ത മണ്ടത്തരമാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രേമിക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അടിയും ചക്കരെ വളരെയധികം സ്നേഹത്തോടു കൂടി ആയിരിക്കും. അങ്ങനെയൊന്നും കൊഞ്ചിക്കുക. നമ്മൾ കൃത്യമായിട്ടുള്ള നമ്മുടെ അവസ്ഥ, നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കാൻ വേണ്ടി സാധിക്കണം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിയൊന്നുമല്ല. ചില ഈ പെൺകുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വാശിക്കാരിയായിരിക്കും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ
കേൾക്കത്തില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ അടി അഹങ്കാരി എന്നൊക്കെയുള്ള ലെവലിലായിരിക്കും ചിലതൊക്കെ. അതൊന്നും നമുക്ക് പറയാൻ പറ്റൂല. ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വാടാ വോടാന്നൊക്കെ വിളിക്കുന്ന ഇപ്പോൾ ഒരു സെലിബ്രിറ്റീനെ കാണുന്നില്ലേ, ആ ചെറുക്കനാന്ന് പറഞ്ഞാൽ കയ്യിലിട്ട പാവേനെ പോലെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാശി. ആ വാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയൊരു വില്ലൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു മൈലാഞ്ചി കല്യാണത്തിന് കയറത്തില്ല, പന്തലിൽ കയറത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് മനസ്സിലാക്കാനുള്ളൂ. അതായത് എങ്ങനെയായാലും വന്ന് കയറിക്കോളും, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാർ ഇടപെട്ടോളും, നമ്മളിനി അതിന് ഇടപെട്ട് കൊളാക്കണ്ട എന്നല്ലേ പറയേണ്ടത്. അതിന് പകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ചെയ്തിരിക്കുന്ന ഒരു വലിയ കടുങ്കൈ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിന്റെ പുറകിലെ മൈലാഞ്ചി കല്യാണവും തേങ്ങാക്കൊലിയൊന്നും ആയിരിക്കൂല, വേറെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, അതായത് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് അതങ്ങ് ഒതുക്കുകയാണ് ചെയ്യുക. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചത്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 12 മണിയോടുകൂടി പാർട്ടി കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആ പാർട്ടി കഴിഞ്ഞ് റൂമിലേക്ക് പോയിട്ട് 4 മണിക്ക് എന്നെ വിളിക്കണം എന്ന് പറഞ്ഞു. ഈ 3-4 മണിക്കൂറിനുള്ളിൽ അവിടെ എന്താണ് സംഭവിച്ചത്, ഇവരുടെ ആ ഒരു സംസാരത്തിൽ എന്താണ് സംഭവിച്ചത്. ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഒരു മൈലാഞ്ചി കല്യാണത്തിന് വന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഇനി പന്തലിൽ കയറൂല എന്നൊരു പെണ്ണും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ പറഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ വേറെ ആളെ നോക്കിക്കോന്നൊക്കെ പറഞ്ഞാൽ അതൊരു തമാശയായിട്ട് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഇവർ കല്യാണം തീരുമാനിച്ചു, ഇതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ പന്തലിൽ കയറൂല എന്നൊക്കെ എന്തൊരു എനിക്കൊരു മനസ്സിലാകുന്നില്ല ഈ ഒരു സംഭവം കേട്ടാ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ എന്താ വേണ്ടതെന്നറിയാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ചങ്കൂറ്റം ഉണ്ടായിരുന്നെങ്കിൽ ആ ഫോൺ കോൾ മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ട് അമ്മയ്ക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അറിയാത്ത പോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ദുരൂഹത മാത്രമാണ്. ഇത് ഹെൽത്തിയിൽ പങ്കെടുക്കാത്തതുകൊണ്ടോ അതൊന്നും അല്ല. ഇതിൻ്റെ പുറകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തോ ഒരു വലിയ കാര്യം തന്നെയുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളുടെ മനസ്സ് തന്നെ നമുക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 3 പേര് തമ്മിലുള്ള ബന്ധങ്ങളുള്ള കുട്ടികളുണ്ട്, 2 പേര് തമ്മിലുള്ളതുണ്ട്. അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കിട്ടുന്ന ഏർപ്പാട്. അതായത് ചില ടീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഗൾഫുകാരനെയോ പട്ടാളക്കാരനെയോ ഒക്കെ ആണെങ്കിൽ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയിച്ച് അന്ന് മുതൽ എന്ന് പറഞ്ഞാൽ ഇവർക്ക് പോക്കറ്റ് മണിയെല്ലാം കൊടുക്കും. അങ്ങനെയുള്ള ഒരുപാട് ടീമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് പട്ടാളക്കാരനോ ഇനി വേറെ ഏതെങ്കിലും പ്രണയമുണ്ടോ ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ മെഹന്തി മാത്രമല്ല അവിടെ വേറെ എന്തോ ഒരു സംഭവമുണ്ട്. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെൽത്തി എന്ന് പറയുന്ന ആഭാസമായിട്ടുള്ള പരിപാടി എന്ത് തേങ്ങാക്കൊലക്കാന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. അതായത് മനുഷ്യന്മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ വിവരം വെക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇപ്പോഴും കാട്ടിക്കൂട്ടുന്നത്, ഒരു വല്ലാതെ പിടിച്ച അവസ്ഥ തന്നെയാണ് കല്യാണം എന്ന് പറഞ്ഞാൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ പുറകിൽ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം എന്തുകൊണ്ട് അതാണ് കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽത്തിയോ അല്ലെങ്കിൽ കല്യാണ ഇതിനുള്ളിൽ കയറൂലെന്നോ കയറേണ്ട 2 പേർക്കും പോയി എന്നല്ലാണ്ട് ഇവനെന്ത് തേങ്ങയാണ്. ഇനി ആ പെണ്ണ് വന്നിട്ട് എനിക്ക് ഇവനെ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോയിക്കോട്ടെ, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ ഇതിൽ വലിയൊരു സംഭവമൊന്നുമില്ലല്ലോ. ഇങ്ങനെയുള്ള ഒരാൾ, അതായത് നിങ്ങൾ ഇനിയും തന്നെ ജീവിതത്തിൽ ഇനിയും തന്നെ പല ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും പഠിക്കേണ്ട ഒരു കാര്യമോ, ഒരാൾ പോയി കഴിഞ്ഞു എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതം അങ്ങ് ശൂന്യതയൊന്നും അല്ല. നിങ്ങൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് കളഞ്ഞിട്ട് അവിടെ വെച്ച് കേക്ക് കെട്ടിയിട്ട് വരണം, അതാ വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ജീവിതം തുടങ്ങിയതിന് ശേഷം 1-2 വർഷം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ സ്വഭാവം അറിയുന്നതെങ്കിൽ എന്താ ചെയ്യുക, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഒളിച്ചോടുന്നവരുണ്ട്, 2-3 മാസം കഴിഞ്ഞിട്ട് ഒളിച്ചോടുന്നവരുണ്ട്, 3 വർഷം കഴിഞ്ഞിട്ട് ഒളിച്ചോടുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാപ്പിൽ പെടാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതൊന്നും വലിയൊരു സംഭവമായിട്ട് എടുക്കാതെ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എതിരെ നീങ്ങിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മരണം ഒഴിവാക്കാമായിരുന്നു. ഏതായാലും ഇദ്ദേഹം ആരോടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവം എന്ന് ആർക്കും അറിയില്ല. ഇപ്പം ആ പെണ്ണ് പറയുന്നത് മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ. പക്ഷേ ആ പെണ്ണ് പറഞ്ഞ എന്താണെന്ന് മാത്രം നമുക്കറിയില്ല. അതൊരു ദുരൂഹത തന്നെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം. ആ അമ്മയ്ക്ക് നീതി കിട്ടണം, അത്രയേ വേണ്ടൂ. അമ്മയ്ക്ക് നീതി കിട്ടണം, അത്രയേ ഉള്ളൂ.